ഫ്രണ്ട്സ്, ഏവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഒരു മാസത്തോളം വീഡിയോ ഇടാതിരുന്നു. വേറെ ഒന്നുമല്ല, ബിഗ് ബോസ് സംബന്ധമായി ന്യൂസൊന്നും കിട്ടിയില്ല. അതുകൊണ്ടാണ്. ഇപ്പോൾ ബിഗ് ബോസ് ഇല്ലല്ലോ, അതുകൊണ്ടായിരുന്നു. ഇനി മുതൽ നമ്മുടെ ചാനലിൽ എല്ലാ ദിവസവും വീഡിയോ ഉണ്ടായിരിക്കുന്നത്. വെള്ളിയാഴ്ചയും ഞായറാഴ്ച ഒഴിച്ച് എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരം 5 മണിക്കും വൈകുന്നേരം 7 മണിക്കും വീഡിയോ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം രേണു സുധിയുടെ ലൈവിലെ കാമക്കളിയോ. കൂടുതൽ ചാനൽ ലൈക്ക്, ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക്. കഴിഞ്ഞ ദിവസങ്ങളിലായി രേണു സുധി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ രേണു സുധിയെ. ഇപ്പോൾ അത്യാവശ്യം നല്ല പോപ്പുലറായി. അഹങ്കാരം എന്ന് പറയാനേ മാർഗമുള്ളൂ. ലൈവിൽ കാട്ടിക്കൂട്ടിയ ജ്യേഷ്ഠകൾ ഒന്നെങ്കിൽ സബ്സ്ക്രിപ്ഷൻ കൂട്ടാനും ആളുകളെ കൂട്ടാനും ഒക്കെ കാട്ടിക്കൂട്ടിയതാണ്. പക്ഷെ അത് വൈറലായിപ്പോയി. ഇത് വല്ലാത്തൊരു ലൈവായിപ്പോയി. നാക്കുകൊണ്ട് കാണിക്കുന്നു. പിന്നെ ഞാൻ പറയുന്നില്ല, സ്ത്രീകളും ഈ വീഡിയോ കാണുന്നതാണ്, അതുകൊണ്ട് ഞാൻ ഇതേക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. നാക്കുകൊണ്ട് കാണിക്കുന്നു, പിന്നെ കൈയൊക്കെ ഓരോ ഭാഗങ്ങളിൽ ഇത് ചെയ്യുന്നു. നിങ്ങൾ പലരും കണ്ടു കാണും ആ ലൈവ്. ഇത് സത്യം പറഞ്ഞാൽ അഹങ്കാരം കൊണ്ടാണ്. ഇത് പക്ക അഹങ്കാരം കൊണ്ടാണ്. ഇപ്പോൾ അവർക്ക് അത്യാവശ്യം നല്ല പോപ്പുലർ ആയിട്ടുണ്ട്. ബിഗ് ബോസ് വന്നതിന് ശേഷം നെഗറ്റീവ് അത്യാവശ്യമൊക്കെ കുറഞ്ഞു ഒക്കെ ആയി. അത്യാവശ്യം സിനിമകളിൽ ചാൻസ് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം വർക്കുകൾ, സ്റ്റേജ് പ്രോഗ്രാം, പിന്നെ ആൽബം ഒക്കെ അവർക്ക്, ഷോർട്ട് ഫിലിം ഒക്കെ അവർക്ക് കിട്ടുന്നുണ്ട്. അത് പോരാഞ്ഞിട്ടാണ് ലൈവിൽക്കുള്ള ആ കാമക്കളികൾ എന്ന് പറയാൻ പറ്റുള്ളൂ. അതിൽ കുറച്ച് നമുക്ക് പറയാൻ പറ്റില്ല. ആ ലൈവ് കാട്ടിക്കൂട്ടിയത് എന്തൊക്കെയാണെന്ന് ആ ലൈവ് കണ്ടവർക്ക് അറിയാം. നിങ്ങളെ ലൈവ് കണ്ടിട്ടുണ്ടായിരിക്കും ഒരു പക്ഷേ. എന്തൊക്കെയാണ് അഹങ്കാരം തലയ്ക്ക് പിടിച്ച ഒരു സ്ത്രീയായിപ്പോയി അവർ. ബിഗ് ബോസിൽ വന്ന സമയത്ത് അവർക്ക് ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ട്. അതെല്ലാം മാറി ഒരു ഇതായി വന്നു കഴിഞ്ഞപ്പോൾ, കുറച്ച് പോപ്പുലറായി കഴിഞ്ഞപ്പോൾ അഹങ്കാരവും ഷേപ്പും ബോഡി ഷേപ്പും എല്ലാം മാറി. ഇപ്പം അവരെന്താണ്, ഒന്നും വേണ്ട, കൊല്ലം സുധി എന്ന ആ അനുഗ്രഹ കലാകാരനെങ്കിലും ഓർത്താൽ മതിയായിരുന്നു. അവരുടെ പേര്, പുള്ളിയുടെ പേര് 24 മണിക്കൂറും ഈ സ്ത്രീ പറയുന്നുണ്ട്. പക്ഷേ അവർ കാട്ടിക്കൂട്ടുന്നു. ഞാനിത് വീഡിയോ ചെയ്യാമായിരുന്നു സത്യം പറഞ്ഞു. പക്ഷേ പല ആളുകളും എന്നോട് ചോദിക്കും, ചേട്ടൻ മാത്രം എന്താ വീഡിയോ ചെയ്യാത്തത്, ഇതുകൊണ്ട് ചേട്ടൻ എന്ത് പറ്റി ഇപ്പോൾ വീഡിയോ, അതുകൊണ്ട് ഞാൻ വീഡിയോ ഇട്ടത്. പക്ഷേ ഇവർ കാട്ടിക്കൂട്ടുന്നത് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇവർ സ്ത്രീയാണോ? ഇവർ 2 പിള്ളേരുള്ളതാണ്, അവരെയൊക്കെ വളർത്തണ്ടേ? ഇവരിങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്യുക? നമ്മുടെ നാട് ഇതുപോലെ ഇതായിപ്പോയോ? ഒരു ലൈവിൽ കാട്ടിക്കൂട്ടിയ വിക്രയികളാണ്. ഇതാരും ചുമ്മാ പറഞ്ഞോ ഒന്നുമല്ല, അവർ കാട്ടിക്കൂട്ടിയതാണ്. പല ഡ്രസ്സ്, വേറൊരു രീതിയിലുള്ള ഡ്രസ്സ് ഇടുക, എന്നിട്ട് നാക്കുകൊണ്ട് ഓരോരോ മൂഡ് ആയിട്ട് കാണിക്കുക. പിന്നെ കൈയൊക്കെ ഓരോ ഭാഗങ്ങളിൽ ചെസ്റ്റിൻ്റെയൊക്കെ ഓരോ ഭാഗങ്ങളിൽ ഇതാക്കുക. ഇങ്ങനെയൊക്കെ ഓരോ കാട്ടയങ്ങൾ കാട്ടിക്കൂട്ടുക. അഹങ്കാരം തലയ്ക്ക് പിടിക്കുമ്പോൾ മനുഷ്യൻ ഇതുപോലെ മാറും. പൈസയൊക്കെ കിട്ടി. ഇപ്പോൾ പൈസയൊക്കെ അത്യാവശ്യം കിട്ടിയിട്ടുണ്ട്. പക്ഷേ എത്രയോ സിനിമാ നടന്മാരുടെയും സീരിയൽ നടന്മാരുടെയും ഒക്കെ ഭാര്യമാരൊക്കെ വിധവകളുണ്ട്. എത്രയോ പേര് അവരൊക്കെ ഇങ്ങനെയാണ് കാട്ടിക്കൂട്ടുന്നത്. നമ്മൾ കാശില്ല, അല്ലെങ്കിൽ എല്ലാം സൂചിച്ചേട്ടന് വേണ്ടിയാണ് എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഇത് ഇച്ചിരി കൂടിപ്പോയി എന്ന് പറയാനുള്ളൂ. എന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ ഇവരെ സപ്പോർട്ട് ചെയ്ത വീഡിയോ ഇട്ടിട്ടുള്ളൂ. ഇവർ ഇങ്ങനെ ചെയ്യുമ്പോൾ മറ്റുള്ളവർ ഇവരെ തെറി പറയും, എന്തിനാ തെറി പറയുന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇട്ട ഒരാളാണ് ഞാൻ. പക്ഷേ ഈ ഒരു ലൈവിൽ അവർ കാട്ടിക്കൂട്ടിയത് വേറും തെണ്ടിത്തരമെന്നേ പറയാൻ പറ്റുള്ളൂ. ഇവരിപ്പം അത്യാവശ്യം പോപ്പുലറായ ഒരു സ്ത്രീയാണ്. അവരിപ്പം കുപ്രസിദ്ധി ആയിരിക്കുകയാണ്. ഇനി എന്തൊക്കെ കാണണം എന്തോ നിങ്ങൾ നിങ്ങളുടെ കമൻറ്റുകളൊന്ന് രേഖപ്പെടുത്തണം. അപ്പോൾ എൻ്റെ കൊച്ചു വീഡിയോ അവസാനിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക്, ഷെയർ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. താങ്ക് യു, ബൈ ബൈ.